മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയോട്ട് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വസ്തുതകൾ മാത്രമാണ് യൂട്യൂബിൽ പങ്കുവച്ചതെന്നും ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ല എന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. കോടതി പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ത്രട്ടൻ ചെയ്യുക, അതായത് സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയോ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് മാത്രമാണ് കോടതിയിൽ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു തടസ്സവുമില്ല. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതാണ്. ആ വീഡിയോ കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യം അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇന്ന്. മുജിതബ തുടരുന്നുണ്ട്. മുജിതബ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പറയുന്നത്? മറ്റ് വിശദാംശങ്ങൾ. അഭിഭാഷകനായ അലസ് കെ ജോൺ മുഖേന അദ്ദേഹമാണ് ഇപ്പോൾ മീഡിയ വണ്ണോട് ഈ വിഷയങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ വക്കാലത്ത് വഴി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം തേടുകയാണ് രാഹുൽ ഈശ്വർ. പ്രത്യേകിച്ച് നേരത്തെ ജയിലിൽ നിന്ന് റിമാൻഡിൽ നിന്ന് പുറത്തു വന്ന ശേഷം, ജാമ്യം ലഭിച്ച ശേഷവും പരാതിക്കാരി തനിക്കെതിരെ ഒരു പരാതി നൽകുമെന്നുള്ള രൂപത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഒരു പക്ഷേ തിരുവനന്തപുരം സൈബർ പോലീസ് ആ രൂപത്തിൽ കേസെടുക്കുകയും അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കാണുന്നു. ഈ രൂപത്തിൽ ആ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു മുൻകൂർ ജാമ്യം തനിക്ക് വേണം. താൻ ആ രൂപത്തിൽ ആ പരാതിക്കാരിയെ പിന്നീട് അധിക്ഷേപിക്കുകയോ ഈ പരാതിക്കാരിയുടെ ഏതെങ്കിലും തരത്തിലുള്ള അവരെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തനിക്ക് ഈ ഹൈക്കോടതിയിൽ നിന്നൊരു അറസ്റ്റിലുള്ള സംരക്ഷണം വേണം, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം വേണം. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി നിയമപരമായ സെക്ഷൻ 35 പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു വേണം ഈ നടപടിയിലേക്ക് പോകാൻ എന്നതാണ് പ്രധാനമായി ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് പരാതിക്കാരിയിൽ നിന്ന് മാധ്യമങ്ങളിൽ പുറത്തുവരുന്ന വാർത്ത പ്രകാരം യൂട്യൂബ് വീഡിയോയിൽ പരാതിക്കാരിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു, അത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. കേസിന്റെ വസ്തുതകൾ എന്താണോ അത് കൃത്യമായി തന്നെ പങ്കുവെക്കുകയാണ് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു തരത്തിലും പരാതിക്കാരിയെ വീണ്ടും അധിക്ഷേപിക്കുന്ന തരത്തിലല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അഭിഭാഷകൻ മുഖേന രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ അറിയിക്കുന്നത്. നാളെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജാമ്യത്തിൽ വരുമ്പോൾ ഉള്ള ജാമ്യ വ്യവസ്ഥകൾ താൻ ലംഘിച്ചിട്ടില്ല എന്ന കാര്യം കൂടി രാഹുൽ ഈശ്വർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അജി, ശരി.